SP വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത് 30 MLA-മാർ. സ്പീക്കർക്കും നിയമസഭാ സെക്രട്ടറിക്കും കത്ത് നൽകി. ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമിക്ക് പിന്തുണയുമായി 17 MLA-മാർ ആണ് രംഗത്തെത്തിയത്. സുജിത് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. സുജിത് ചന്ദ്രൻ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഈ AIADMKക്ക് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പിളർപ്പിലേക്ക് കൂടി നീങ്ങുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? സ്വാതി, വിജയ് സ്ഥാനമേറ്റതിനെ തുടർന്ന് സർക്കാർ രൂപീകരിച്ചതിനെ തുടർന്നും തമിഴ്നാട് രാഷ്ട്രീയത്തിലെ നാടകീയതകളും അതിൻ്റെ അനുരണനങ്ങളും തുടർചലനങ്ങളും തുടരുകയാണ്. ഇപ്പോൾ ഇതാ തമിഴ്നാട് നിരവധി തവണ ഭരിച്ചിട്ടുള്ള തമിഴ്നാട്ടിലെ പ്രബലമായ കക്ഷിയായിരുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ദ്വന്ദ്ങ്ങളിലെ ഒരു പകുതിയായിരുന്ന AIADMK രണ്ടായി പിളർന്നിരിക്കുന്നു. 47 MLA-മാരാണ് AIADMKക്ക് ഉള്ളത്. ഇതിൽ 30 പേർ ഇപ്പോൾ SP വേലുമണി വിഭാഗത്തിലാണ്. SP വേലുമണി, CV ഷൺമുഖം, വിജയ് ഭാസ്കർ എന്നിവർ നേതൃത്വം നൽകുന്ന ഈ വിഭാഗം നേരത്തെ തന്നെ വിജയിയെ പിന്തുണയ്ക്കാൻ ഒരാലോചന നടത്തിയിരുന്നു. അതായത് 3 ദിവസം മുമ്പ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം, അതായത് വിജയ് ഭൂരിപക്ഷം തെളിയിക്കുന്ന കത്ത് നൽകുന്നതിന് മുമ്പ് VCKയുടെ തീരുമാനം നീളുന്ന സമയത്ത് ഈ SP വേലുമണി, CV ഷൺമുഖം, വിജയ് ഭാസ്കർ എന്നിവർ യോഗം ചേരുകയും ഈ ഒരു കത്ത്, അതായത് ഇവർ വിജയിയെ പിന്തുണയ്ക്കാനും ഭരണത്തിൽ പങ്കാളികളാകാനും തീരുമാനിച്ചതായിട്ടൊരു വിവരം പുറത്തു വന്നിരുന്നു, അഭ്യൂഹം പുറത്തു വന്നിരുന്നു. ഇവർ 3 പേരും MLA-മാരെ കൂട്ടി വിജയുടെ വീട്ടിലെത്തി വിജയിയെ കാണുമെന്ന് വരെ വാർത്തകൾ ഉണ്ടായപ്പോഴാണ് ആ നീട്ടിവെച്ചിരുന്ന തീരുമാനം, VCKയുടെ തീരുമാനം വളരെ പെട്ടെന്നുണ്ടാവുകയും പെരുമാവളവൻ കത്ത് കൈമാറുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ ഈ 30 MLA-മാർ നിയമസഭാ സെക്രട്ടറിക്കും പ്രോടൈം സ്പീക്കർക്കും കത്ത് നൽകിയിരിക്കുകയാണ്. തങ്ങൾ ഈ SP വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു എന്ന് അറിയിച്ചുകൊണ്ട് നേരത്തെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ 17 പേർ അവരുടെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതായത് DMKക്ക് ഇപ്പോൾ 2 നിയമസഭാ ലീഡർ, അതായത് കക്ഷി ലീഡർമാരുണ്ട് എന്നുള്ള കത്ത് ഇപ്പോൾ പ്രോടൈം സ്പീക്കർക്കും നിയമസഭാ സെക്രട്ടറിക്കും കിട്ടിയിരിക്കുകയാണ്. അതിനർത്ഥം ആ കക്ഷി രണ്ടായി പിളർന്നിരിക്കുന്നു. അതേസമയം തന്നെ മറ്റൊരു ഭാഗത്ത് രാഷ്ട്രീയ നാടകങ്ങളിലെ രാഷ്ട്രീയ ചലനങ്ങൾ തുടരുകയാണ്. മുഖ്യമന്ത്രി വിജയ് ഇപ്പോൾ പ്രധാന നേതാക്കളുടെയൊക്കെ വീട്ടിൽ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജയ് അല്പം മുമ്പ് സ്റ്റാലിൻ്റെ വീട്ടിൽ കൂടിക്കാഴ്ച നടത്താനെത്തിയതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. സ്റ്റാലിൻ മാത്രമല്ല, MDMK നേതാവ് വൈക്കോയുടെ വീട്ടിലും ഇപ്പോൾ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി പുറത്തു വന്നിട്ടുണ്ട്. തിരുമാവളവൻ്റെ VCK അധ്യക്ഷൻ തിരുമാവളവൻ്റെ വീട്ടിലേക്ക് പോകാൻ അദ്ദേഹം സമയം ചോദിച്ചിട്ടുണ്ട്. നാളെ തിരുമാവളവൻ സമയം കൊടുക്കും. ഇന്ന് രാവിലെ MLA-മാരുടെ സത്യപ്രതിജ്ഞ സമയത്ത് ഉദയനിധി സ്റ്റാലിൻ വിജയ്ക്ക് മുഖം കൊടുക്കാതിരുന്നത് വാർത്തയായിരുന്നു. നേരത്തെ സുഹൃത്തുക്കളും അതിനുശേഷം എതിരികളും ശത്രുക്കളും ഒക്കെയായി മാറിയ ആളുകളാണ് ഇവർ രണ്ടുപേരും. അതിനുശേഷം പക്ഷേ ഇപ്പോൾ വിജയ് വീട്ടിൽ ചെന്നപ്പോൾ വളരെ കോഡിയലായിട്ടുള്ള, വളരെ ഊഷ്മളമായ ശരീരഭാഷയിലാണ് ഉദയനിധി വിജയനെ സ്വീകരിച്ചത്. ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നു. അതിനുശേഷം ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പറയുന്ന കറുപ്പ് സിവപ്പ് എന്ന പുസ്തകം, ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം കറുപ്പും സിവപ്പും എന്ന പുസ്തകം അദ്ദേഹം കൈമാറിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഫാറൂഖ് അബ്ദുള്ള, ശരത് പവാർ, പിണറായി വിജയൻ അടക്കമുള്ളവരുടെ ലേഖനങ്ങളൊക്കെയുള്ള ഒരു പുസ്തകമാണ് ഈ വിജയ്ക്ക് നൽകി സ്വീകരിച്ചത് എന്നൊരു പ്രത്യേകതയുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത DMK നെടുകെ രണ്ടായി പിളർന്ന് 2 കക്ഷികളായി മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ശരി സുജിത് ചന്ദ്രൻ, എന്തായാലും DMKയിൽ പിളർപ്പുണ്ടായിരിക്കുന്നു, നെടുകെ രണ്ടായി പിളർന്നിരിക്കുന്നു. ആ വിവരങ്ങളാണ് സുജിത്ത് ഈ ഒരു സമയത്ത് നൽകിയത്.